ഏറ്റവും ദൈർഘ്യമേറിയ 11 മാസത്തെ ദൌത്യം പൂർത്തിയാക്കി ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് വിർജീനിയയിലെ സ്വന്തം താവളത്തിൽ തിരിച്ചെത്തി. US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലും വെനസ്വലൻ പ്രസിഡന്റായിരിക്കെ നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ ദൌത്യത്തിലും ഈ യുദ്ധക്കപ്പൽ പങ്കാളിയായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ ഈ യുദ്ധക്കപ്പലിലും ഒപ്പമുണ്ടായിരുന്ന 2 നശീകരണ കപ്പലുകളിലുമായി 5000-ഓളം നാവികരാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് കപ്പലിലുണ്ടായ തീപിടുത്തത്തെയും നാവികർക്ക് നേരിടേണ്ടി വന്നു. തുടർന്ന് ഗ്രീക്ക് ദ്വീപായ ക്രീറ്റിൽ വെച്ച് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. തിരികെ എത്തിയ നാവികരെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് സ്വീകരിച്ചു. US ജെറാൾഡ് ആർ ഫോർഡ് കപ്പൽ കടലിൽ ചെലവഴിച്ച 326 ദിവസങ്ങൾ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരു വിമാനവാഹിനി കപ്പൽ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ദൌത്യമാണ്. വിയറ്റ്നാം യുദ്ധകാലത്തെ റെക്കോർഡും ഇതോടെ ഈ കപ്പൽ തകർത്തു. ഇതിനേക്കാൾ ദൈർഘ്യമേറിയ ദൌത്യങ്ങൾ നടന്നിട്ടുള്ളത് 1973-ൽ 332 ദിവസങ്ങൾ കടലിൽ കഴിഞ്ഞ USS മിഡ്വേ, 1965-ൽ 329 ദിവസങ്ങൾ കഴിഞ്ഞ USS കോറൽ സീ എന്നിവയുടേത് മാത്രമാണ്. കഴിഞ്ഞ ജൂണിൽ വിർജീനിയൻ തീരത്ത് നിന്ന് യാത്ര തിരിച്ച കപ്പൽ ആദ്യം മെഡിറ്ററേനിയൻ കടലിലേക്കാണ് പോയത്. തുടർന്ന് നാവിക വിന്യാസത്തിന്റെ ഭാഗമായി കപ്പലിനെ കരീബിയൻ കടലിലേക്ക് തിരിച്ചുവിട്ടു. ജനുവരിയിൽ മഡൂറോയെ പിടികൂടാനായി നടത്തിയ സൈനിക നീക്കത്തിൽ ഈ വിമാനവാഹിനി കപ്പൽ പങ്കെടുത്തു. അതിനുശേഷം ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് പോകുകയായിരുന്നു. അതേസമയം ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സഹായം വാഗ്ദാനം ചെയ്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് സൈനിക ഉപകരണങ്ങൾ നൽകില്ലെന്ന് ഉറപ്പ് നൽകിയതായും ബീജിംഗിൽ ഷീ ജിൻപിങ്ങുമായി നടത്തിയ 2 ദിവസത്തെ ഉച്ചകോടിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു. ഇറാന് സൈനിക സാമഗ്രികൾ നൽകില്ലെന്ന് ഷീ ജിൻപിങ് ശക്തമായ ഭാഷയിൽ ഉറപ്പ് നൽകിയതായി ട്രംപ് പറഞ്ഞു. ഹോർമോസ് കടലിടുക്ക് തുറന്നു കാണാനാണ് ചൈനീസ് നേതാവ് ആഗ്രഹിക്കുന്നത്. ഇതിനായി എന്ത് സഹായം വേണമെങ്കിലും നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തതായും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനുമായി ഒരു ധാരണയിലെത്താൻ ഷീ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി ഇറാനുമേൽ ചൈന സ്വാധീനം ചെലുത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് ചൈനയുടെ വലിയ താൽപര്യമാണെന്നും പശ്ചിമേഷ്യയിലെ എണ്ണയെ അമേരിക്കയേക്കാൾ കൂടുതൽ ചൈന ആശ്രയിക്കുന്നതിനാൽ അവർക്ക് ഇതിൽ വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഊർജ്ജ വിതരണത്തിന്റെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുന്നതിനായി ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ചർച്ചയ്ക്കിടെ ട്രംപും ഷീയും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഈ ജലപാത സൈനികവൽക്കരിക്കുന്നതിനോടും ഇതിലൂടെയുള്ള യാത്രയ്ക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളോടും ഷീ ജിൻപിങ് എതിർപ്പ് പ്രകടിപ്പിച്ചതായും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ഹോർമൂസ് കടലിടുക്ക് ഒരു വിഷയമായതായി ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. പശ്ചിമേഷ്യൻ സാഹചര്യം ഉൾപ്പെടെയുള്ള പ്രധാന അന്താരാഷ്ട്ര മേഖലാ വിഷയങ്ങളിൽ ട്രംപും ഷീയും ആശയവിനിമയം നടത്തിയെന്ന് മാത്രമാണ് ചൈനീസ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണത്തെ തുടർന്ന് മാർച്ച് ആദ്യം മുതലാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചത്. ലോകത്തിലെ എണ്ണയുടെ 5-1 കടന്നു പോകുന്നത് അതീവ പ്രാധാന്യമുള്ള ഈ ഊർജ്ജപാതയിലെ തടസ്സം ആഗോള തലത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം ആഗോള സമുദ്ര ഗതാഗതത്തിന്റെ നിർണായക ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽശാലകൾ നിയന്ത്രിക്കാൻ ഇറാൻ പുതിയ സംവിധാനം ഒരുക്കുന്നെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഈ തന്ത്രപ്രധാന ജലപാതയിലൂടെയുള്ള കപ്പൽ നീക്കങ്ങൾക്കായി ഇറാൻ ഒരു പ്രത്യേക റൂട്ട് അന്തിമമാക്കിയിട്ടുണ്ടെന്ന് ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സെക്യൂരിറ്റി സമിതി തലവൻ അറിയിച്ചു. ഈ പുതിയ സംവിധാനത്തിന് കീഴിൽ നൽകുന്ന പ്രത്യേക സേവനങ്ങൾക്കായി കപ്പലുകളിൽ നിന്ന് ആവശ്യമായ ഫീസ് ഈടാക്കാനും ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. അമേരിക്കൻ നേതൃത്വത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ആരംഭിച്ച പ്രോജക്ട് ഫ്രീഡം എന്ന സമുദ്ര സംരംഭത്തിന് ഈ പാത ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളുടെ സ്വാധീനം തകർക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇറാന്റെ ഈ നീക്കം. ഇറാനുമായി സഹകരിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ പുതിയ റൂട്ടിന്റെ പ്രയോജനം ലഭിക്കൂ. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ പേര് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ശത്രുതയുള്ള രാജ്യങ്ങൾക്ക് ഈ ജലപാത അടച്ചിടുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ തുടരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം സന്നദ്ധത അറിയിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.